ഇതാണ് എൻ്റെ ആലിസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഫീസ് സ്പേസ്. എല്ലാ വീഡിയോസിലും മിണ്ടാൻ നിൽക്കും, എന്നിട്ട് നാട്ടുകാർ പറയും ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. കണ്ടോ ഏതോ ഒരു പെൺകുട്ടി എന്നെ നാണം കെടുത്തരുത് വന്ന് കയറുന്നതിന് മുമ്പ് എല്ലാം അങ്ങ് വിശദീകരിച്ച് കാണിക്കും. കട്ടെ എന്റെ വീഡിയോയും എന്റെ മൂഡും നശിപ്പിക്കാനായിട്ട് എനിക്ക് നല്ല വേദനിച്ചേ. പിന്നെ ഇതാണ് നമ്മുടെ MD ക്യാബിന് വരുന്നത്. വേറെ ഞാൻ ഇരിക്കുന്നത് ഇത്രയൊക്കെ ട്രോള് കിട്ടിയത് പോലെ പിന്നെ വെറുതെ ഇവിടെ കിടക്കുന്ന ചെറിയ നിനക്ക് ഇത്രക്കുള്ള ബുദ്ധിയുള്ളൂ. അറിവില്ലായ്മ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു പോകുന്നില്ലേ, എല്ലാം കഴിഞ്ഞവരാണോ മനുഷ്യര്? അറിവില്ലാത്ത ആൾക്കാർ വീട്ടിൽ ചെന്ന് ചെറിയിരിക്കണം, ഓഫീസിൽ ചെറിയ അറിവുള്ളവർ വരണം. Hey guys, welcome back to our YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ പിടിച്ചിവിടെ കയറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ പോകണം എന്ന് മാത്രം നീ എൻ്റെ അടുത്ത് പറഞ്ഞു. അത്രേ ഉള്ളൂ വീഡിയോ. ഇന്ന് നമ്മുടെ പണി നടക്കുന്ന ഓഫീസൊക്കെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇതുവരെ ഓഫീസ് ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഇന്നത്തെ ഇത് എന്തിന്റെ ഓഫീസാ എന്താന്നൊക്കെ ഉള്ള വീഡിയോ ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ ഒക്കെ പോയി കാണാറില്ല അല്ലേ? ശ്രദ്ധിച്ചില്ല, അതൊക്കെ പോയി. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഓഫീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ പണികളും കാര്യങ്ങളും നടക്കുകയാണ്. അതൊക്കെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നീ ആദ്യം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ. ഞാൻ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. വന്ന പാടെ എന്നെ പിടിച്ചു നിർത്തി നേരെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആണോ, ഒന്ന് ഡ്രസ്സൊക്കെ മാറി. ഇപ്പൊ നിൽക്കുന്ന ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ പുതിയ ഫ്ലാറ്റിന്റെ പണി നടക്കുന്നു, ഓഫീസിന്റെ പണി എല്ലാം കൂടെ നടക്കുകയാണ്. എല്ലാം കൂടെ നോക്കി നടത്തി ടയർഡായി കേട്ടോ. ഞാൻ മാത്രമല്ലേ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ, വേറെ ആരും എനിക്കില്ലല്ലോ. ഫ്ലാറ്റിന്റെ പണിയും ഓഫീസിന്റെ പണിയും തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ഈ പറഞ്ഞ ആശാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആശാൻ ഇപ്പൊ ഇങ്ങനെ ഏത് സ്റ്റെല്ല? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി സ്റ്റെല്ലായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓഫീസിൽ പോയി. ഓക്കെ, അപ്പൊ ഞാൻ പോയി എന്തായാലും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങി ഓഫീസിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓഫീസിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിശദീകരിച്ച് ചിലപ്പോൾ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന വരില്ല. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓഫീസൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ഞാനപ്പോൾ വന്നു, പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. രാവിലെ ഇറങ്ങിയതാണ്, ഒന്നുകൂടെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇനി വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല, ആൾ ഓൾറെഡി ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പം എനിക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക, ക്രീം ഇടുക, ലിപ്സ്റ്റിക് ഇടുക, ചെറുതായിട്ടൊന്ന് കണ്ണെഴുതുക, പോവുക, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഈ ഇടയായിട്ടുള്ള എൻ്റെ കുറച്ച് വീഡിയോസ് കാണുമ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ഭയങ്കര ക്ലിയർ സ്കിന്നാണ്, സ്കിന്ന് നന്നായി, സ്കിന്നിൽ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ക്ലിയർ സ്കിന്നൊന്നും അല്ല. ഈ പറഞ്ഞ പോലെ പിമ്പിൾസും ബ്ലമിഷസ് ഒക്കെ എനിക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ താടിയിൽ ഒരെണ്ണം വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സാധനം ട്രീറ്റ് ചെയ്താലും അതിൻ്റെ റൂട്ടിൽ നിന്ന് ട്രീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിനൊരു മാറ്റം വരുള്ളൂ. സോ ഈ പറയുന്ന പോലെ ഞാനൊന്ന് ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കുന്ന സമയത്ത് പിമ്പിൾസും ബ്ലമിഷസ് ഒന്നും കാണില്ല, എല്ലാം നന്നായിട്ടൊന്ന് കുറയും. അത് കഴിഞ്ഞ് എൻ്റെ ശ്രദ്ധ തെറ്റുമ്പോൾ എല്ലാം വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ആ സമയങ്ങളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ദ ഡെർമാക്കോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ഞാൻ അവരുടെ ഒരുപാട് റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2% സാലിസിനിമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിൽ 2 ആക്റ്റീവ് പവർ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, നമ്മുടെ സാലിസിലിക് ആസിഡ് ആൻഡ് നയാസിനിമൈഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആക്നെ മാർക്സ് പോകാനും ബ്ലമിഷസ് പോകാനും പിമ്പിൾസ് ഒന്നും അടയാളമില്ലേ അതൊക്കെ പോകാനായിട്ട് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. സാലിസിലിക് ആസിഡ് വിത്ത് BHA ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പോസ് ഒക്കെ ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ നയാസിനിമൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസ്കളറേഷനും മാർക്സും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ സേഫാണ്, എഫക്റ്റീവാണ്, ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റും ആണ്. നമ്മുടെ ഈ ഫേസ് വാഷ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ഫേസ് സിറം കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഇതും നമ്മുടെ ദ ഡെർമാക്കോയുടെ സാലിസിനിമൈഡ് ആൻറ്റി ആക്നെ ഫേസ് സിറം ആണ് കേട്ടോ. ഇതിലും 2% സാലിസിലിക് ആസിഡും 5% നയാസിനിമൈഡും ആണ്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡ് ALICE2025 യൂസ് ചെയ്ത് ദ ഡെർമാക്കോയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് 20% ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ഇരുന്ന് വർത്താനം പറയുന്നില്ല, എനിക്ക് നല്ല വഴക്ക് കിട്ടും. ഞാൻ പോട്ടെ. ഇനി മുതൽ ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാനും രാവിലെ എൻ്റെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. എൻ്റെ ആ ഓഫീസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇല്ല, എനിക്ക് ഓഫീസ് വരെ കൊടുക്കാൻ കുറെ പുതിയ സാരിയൊക്കെ മേടിക്കണം. രാവിലെ കോട്ടൺ സാരി കൊടുത്ത് നമുക്ക് 2nd ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ.
ഓ ജാട. ഒരു കാര്യമില്ല അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാനായിട്ട്. വെറുതെ ഓവർ ഹൈപ്പാണ്, ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒഴിഞ്ഞു കിടക്കുവാണ്. ഇതാണ് എൻ്റെ ആലിസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഫീസ് സ്പേസ്. പണി നടക്കുന്നേ ഉള്ളൂ. ലൈറ്റ് ഫോൺ അവിടെ വെക്കാവോ ഇന്ത്യൻ പ്രസിഡന്റ്? ഈ ഫോൺ കൈ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനകത്തൊന്നും ഒരു ആവശ്യമുള്ളൊരു കോളും പോകാറില്ല. അങ്ങനെ നമ്മുടെ ഓഫീസ് സ്പേസിനകത്ത് കയറിയിട്ടുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ഇവിടെ ഇപ്പൊ ലൈറ്റ് ഇല്ല. കാര്യം നമ്മുടെ DB-യിലേക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന തിങ്കളാഴ്ച കിട്ടുമായിരിക്കും. പറഞ്ഞെടുക്ക്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിന്റെ ഓഫീസിൽ ഞാനൊന്നും പറയുന്നില്ല. ചേർന്ന് നിൽക്ക്. നമുക്ക് അന്നേരം റീൽസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് കിട്ടത്തുള്ളൂ. നിന്റെ ഒരു പ്രോഗ്രാമിന് ഞാനില്ല. എല്ലാ വീഡിയോസിലും മിണ്ടാൻ നിൽക്കും. എന്നിട്ട് നാട്ടുകാർ പറയും ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ടോ? വൈകുന്നേരം വർത്താനം പറയുന്നുണ്ടോ? എന്റെ പെങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതോ ഒരു പെൺകുട്ടി ദൂരത്തിൽ എന്നെ നാണം കെടുത്തരുത് വന്ന് കയറുന്നതിന് മുമ്പ്. ആരുടേത് ഇവളെന്തീ കാണിക്കുന്നത്? ഇപ്പൊ വീഡിയോ എടുക്കാൻ ആൾക്ക് വലിയ ഇതില്ല. ഏതില്ല? അതില്ല. ഏത്? തിരക്കാണ്. അതൊക്കെ വിട്. എന്റെ ഓഫീസിന്റെ കാര്യം സംസാരിക്കും പാപ്പു. അപ്പൊ നമ്മളെന്താ ഇവിടെ നമ്മുടെ വർക്കേഴ്സിനെ ഞാൻ എല്ലാം അങ്ങ് വിശദീകരിച്ച് കാണിക്കും. വർക്കേഴ്സോ? കട്ടി കളി നല്ല വേദനിച്ച എനിക്ക്. ഈ ക്ലിപ്പ് എനിക്ക് തരണം. ഇതെന്റെ എന്നെ ഗാർഹിക പീഡനം ചെയ്യുന്നതിന്റെ തെളിവാണ് എനിക്ക് ക്ലിപ്പ്. ഈ വീഡിയോ നല്ല വേദനിച്ചേ. അയ്യോ നീര് വന്നാണല്ലേ? ഹാൻഡ് ഡിസ്ലൊക്കേഷൻ താഴെ കാണിയത്. എന്റെ പപ്പയമ്മക്ക് ഈ വീഡിയോ കാണുവേ. കുഴപ്പമില്ല. അന്ന് അടിച്ചു വളർത്താത്തന്റെ അതിപ്പോ അടിച്ചു വളർത്തണ്ട വരുന്നത്. വീട്ടിൽ പറയാൻ വേണ്ടി ഇരിക്കുന്നു. ഡയലോഗ് മാറിപ്പോയി. ഇപ്പൊ എന്തിനാ അടിച്ചെന്തിനാ? എനിക്കത് മനസ്സിലായില്ല. എന്താ അടിച്ചെന്തിനാ? വർക്കേഴ്സ് സംസാരം അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അത്ര സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. എനിക്ക് 10-15 കമ്പനി ഇത് ഭൂർഷ സംസാരമായിരുന്നു. എനിക്ക് 10-15 കമ്പനി നടത്തി ശീലമൊന്നുമില്ല. ഞാൻ പിച്ച വെച്ച് വരുന്നുള്ളൂ. അപ്പൊ ചിലപ്പോ വാക്കുകളൊക്കെ ഒന്ന് തെറ്റിയതിരിക്കും. വർക്കേഴ്സ് എന്ന് പറഞ്ഞതിന് ക്ഷമ രാജാവ്. നമ്മുടെ എഡിറ്റേഴ്സിന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. അതും ഇവിടെ 2 പേർക്ക് ഇരിക്കുന്ന രീതിയിൽ ഒരു എക്സ്റ്റെൻഡിങ് ടേബിളൊക്കെ പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അതൊക്കെ വിശദമായിട്ട് നമ്മുടെ ഒരു ഓഫീസ് സ്റ്റോർ ചെയ്യുന്ന ടൈം എനിക്ക് നല്ല വേദനിച്ചേ. ഓഫീസ് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്യുപ്മെന്റ്സും ക്യാമറയൊക്കെ വെക്കാനായിട്ട് ക്യാമറ ഡ്രൈ കേബിളിലാണ്. അല്ലാതെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഇവിടുത്തെ ഷട്ടേഴ്സ് ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മേളത്തെ ഷട്ടേഴ്സിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ വരാനുണ്ട്. പിന്നെ ഒരു എന്റെ വീഡിയോയും എന്റെ മൂഡും നശിപ്പിക്കാനായിട്ട് ഇവിടെ ഇവിടെ ഞാൻ പ്രെയർ യൂണിറ്റ് ഒന്നുകിൽ ഇവിടെ വെക്കും, അല്ലെങ്കിൽ ഈ വാളിൽ വെക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല എവിടെയാണ്. മിക്കവാറും ഇവിടെ ആകാനാണ് സാധ്യത. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. അത് ചെയ്ത് വരുമ്പോൾ എവിടെ മാച്ച് ആകുന്നു ആ രീതിക്ക് നല്ലൊരു സ്ഥലം നോക്കി ഈശോയുടെ ഫോട്ടോ വെക്കും. വരുന്നില്ലേ? പിന്നെ നമുക്കിവിടെ നമ്മുടെ ലോഗോവും കാര്യങ്ങളും ഈ ഒന്ന് മറിക്കും. നമ്മുടെ ഈ വാളിൽ ലോഗോവും കാര്യങ്ങളും ഞാനൊരു ആന്റി ക്രീം ഷെയ്ഡ് ആൻഡ് ഒരു ഐറിഷ് ഹിൽസ് ഗ്രീൻ, ഈ 2 കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ പറയൂ. ആന്റി ക്രീം ആൻഡ് ഐറിഷ് ഹിൽസ് ഗ്രീൻ. അവർക്ക് മനസ്സിലായോണ്ട് കുഴപ്പമില്ല. പെയിന്റിന്റെ പേര് അവർക്ക് രാവിലെ പെയിന്റിന്റെ പേര് ആന്റി ക്രീം, ഈ പെയിന്റിന്റെ പേര് ഐറിഷ് ഹിൽസ് ഗ്രീൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ രാജാവേ. എന്റെ മനസ്സിൽ നമ്മൾ ഓറഞ്ച് ഇല്ലേ, ബേൺഡ് ഓറഞ്ച് കളറും ആ ഒരു ഓറഞ്ച് കളറിന്റെ എക്യുപ്മെന്റ്സ്
ഡെക്കർ ഐറ്റംസ് വെക്കണം എന്നാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കുന്നുണ്ട്, പക്ഷെ വിചാരിച്ച പോലത്തെ സാധനങ്ങളൊന്നും കിട്ടാനുമില്ല. ഇനി ഇങ്ങോട്ട് വരുമ്പോ നീ വിചാരിച്ച എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ വിചാരിച്ചതിൽ തെറ്റിപ്പോയത് അത് മാത്രമാണിത്. ഇതാണ് നമ്മുടെ MD ക്യാബിന് വരുന്നത്. വേറെ ഞാൻ ഇരിക്കുന്നത് വരും കാണിച്ചു തരാം. കറങ്ങുന്ന ചെയറും ഞാനും വരുന്നില്ലേ? ബാക്കി കാര്യങ്ങൾ രാജാവ് പറയുന്നതായിരിക്കും. ഇവിടെയാണ് കറങ്ങുന്ന ചെയറും ഞാനും ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ചെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇരിക്കാൻ വേണ്ടി. വല്ലപ്പോഴും അവൾ വരുമ്പോഴത്തേക്ക് ഇരിക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു സോഫ. പിന്നെ വേറെ ആരെങ്കിലും എന്നെ കാണാൻ വരുവാണെങ്കിൽ ഈ 2 ചെയർ. ഇനി നിനക്ക് ഇവിടത്തേക്ക് ഒരു ചെറിയ ചെയർ പോലെ വീട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ചെയർ ഒക്കെ ആണോ? എന്റെ കൈ നല്ല വേദനിച്ചേ. അതിപ്പോ ചോദിച്ചില്ലല്ലോ. മെർലിൻ തൊട്ട് നോക്ക്, ചൂടായി ഇവിടെ. മെർലിൻ തൊട്ട് നോക്ക് ഇവിടെ. ഇങ്ങനല്ലേ കൈ വേദനിക്കുന്നു. ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നെന്ന് വെച്ചാൽ നിനക്കുള്ള പ്ലാസ്റ്റിക് ചെയർ അവിടെ വേണോ ഇവിടെ വേണോ എന്നൊരു കൺഫ്യൂഷൻ. അയ്യേ എന്ത് കോമഡിയായത്. അവിടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. എന്റെ കമ്പനി ഒന്ന് ഓടിപ്പൊക്കോട്ടെ. എങ്ങനെയെങ്കിലും ശരി സാറുമാര് ഞാനിവിടെ കറങ്ങുന്ന ചെയർ ഞാൻ പോകുന്നില്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിക്കോളാം. പക്ഷെ നിന്റെ ചെയർ അവിടെയാണേ. ശരി, എന്തേലും ആയിക്കൊണ്ടോ. ശല്യം ചെയ്യല്ലേ ഇങ്ങനെ ഒരാളെ. ഇവിടെയൊക്കെ പണി തീർന്നിട്ടില്ല, സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് എന്റെ മെർലിൻ മണ്ടേരുടെ കിച്ചൺ ടേബിൾ. മെർലിന് ഒന്ന് ചായ ഇടണമെങ്കിലോ മുട്ട ഉറക്കണമെങ്കിലോ ഇവിടെ നമ്മുടെ ഇത് ഇവിടെ ഇരിക്കില്ല കേട്ടോ. ഇതിന്റെ പാൻട്രി ആ സൈഡിലാണ് വരുന്നത്. ഈ ടേബിൾ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റും. തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇതിന്റെ മേലൊരു ഇൻഡക്ഷൻ ഒക്കെ വെക്കും. ഇവിടുന്ന് പാൻട്രി റൂമും കാര്യങ്ങളും ഒക്കെ പിന്നെ കാണിക്കും. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, മുറുക്ക്, ചിപ്സ്, മുട്ട മുതലായ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് പിന്നെ കാണിക്കും. ഇത് ഫുള്ള് ഇനി ശരിയാക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതൊക്കെ ഫസ്റ്റ് അന്ന് ലാസ്റ്റ് കാണിക്കാം. ഇവിടെ ഇനി അങ്ങോട്ടുള്ളത് ഫസ്റ്റ് അന്ന് ലാസ്റ്റ് കാണിക്കും. നിന്നെ വെറുതെ അല്ല ഇവിടെ കിടക്കുന്ന ചെറിയ ഇരുത്താത്ത മനസ്സിലായോ? നിനക്ക് ഇത്രക്കുള്ള ബുദ്ധിയുള്ളൂ. തലയിൽ നിന്ന് തൊടണ്ടേ. എന്റെ വാച്ച് അവിടെ ഒന്നുമില്ല. അവിടെ ഫുഡ് കഴിക്കാൻ ഒരു ഫോൾഡിംഗ് ടേബിൾ ഞാൻ പണിത് പോയി. ചേട്ടൻ ഫ്രണ്ടിൽ നടക്കാം, അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നമ്മുടെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറെ പണികൾ തീരാനുണ്ട്. നമുക്ക് DBയിൽ കറണ്ട് കണക്ഷൻ വരാനുണ്ട്. ഇന്റീരിയേഴ്സ് തീരാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ കബോർഡ്സിന്റെ ഒക്കെ ഷട്ടർ വരാനുണ്ട്. ചെയർസ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ്, സോഫ, ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടുണ്ട്. AC ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് വരത്തേ ഉള്ളൂ. AC ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിന്റെ സോ കോൾഡ് വർക്കേഴ്സ് പറഞ്ഞില്ലേ, അത് നീ എടുത്ത് പറയണം. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ? ഞാൻ ഉദ്ദേശിച്ചത് ജോലിക്കാർ. സംസാരം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ വർക്കേഴ്സ് എന്ന് പറയാൻ പാടില്ല. നിന്റെ പ്ലാസ്റ്റിക് ചെയർ അകത്തുപോലും ഇടാൻ പാടില്ല, വെളിയിലായി ഇടാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് ഏതൊരു വീട്ടിൽ ഞാൻ ഇങ്ങനെ വർക്കേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് എന്നെ ഇങ്ങനെ തിരുത്തിയായിരുന്നു. ഇത്രയൊക്കെ ട്രോള് കിട്ടിയത് പോരെ? എന്നെ ആരും ട്രോൾ ചെയ്തിട്ടൊന്നുമില്ല. അറിവില്ലായ്മ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു പോകുന്നില്ല. എല്ലാം കഴിഞ്ഞവരാണോ മനുഷ്യര്? അറിവില്ലാത്ത ആൾക്കാര് വീട്ടിൽ ഇരുന്ന് ചേറിയിരിക്കണം. ഓഫീസിൽ ചെയ്ത് അറിവുള്ളവർക്ക് തരണം. അല്ലാതെ എനിക്ക് ചേർ തരൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ പാപ്പുവിന് ഇപ്പൊ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വർക്ക് ഫ്രം ഹോം കൊടുത്തേക്കുവാ. ഓഫീസിൽ വരണ്ടാന്ന്. കറങ്ങുന്ന ചെയർ എടുത്തപ്പോഴത്തേക്ക് അവളുടെ കാലെടുത്തുന്നനുസരിച്ചുള്ള ചെയർ എടുത്ത് അതിന് വേണ്ടിയാണോ ആ ചെയർ വീട്ടിൽ ഇടാൻ? അല്ലല്ല, ഞാൻ എന്റെ കാലിനനുസരിച്ചുള്ള ചെയർ എടുത്ത് ഇച്ചാൻ അതിൽ ഇരിക്കരുത്. നമ്മുടെ ഓഫീസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കറണ്ട് കണക്ഷൻ ഒക്കെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിശദീകരിച്ച് കാണിക്കാനാണ് എനിക്കും കുറച്ചും കൂടെ താല്പര്യം. ഇപ്പം നമുക്ക് അങ്ങനെ എടുത്തു പറഞ്ഞ് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്നാലും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്കൊരു സന്തോഷം. അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിട്ടാലോ? ഇനാഗുറേഷൻ എന്നാന്ന് കൂടെ പറഞ്ഞാലോ? അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ അറിയിക്കാം. ആ സമയത്ത് വന്നാൽ മതി. എന്നിട്ട് ചായ മുഴുവൻ കഴിച്ചിട്ട് വയ്ക്കുമോ? ചായ കൊടുക്കുന്നത് എന്തെങ്കിലും കൊടുക്കാം. ബൈ.